CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ അന്വേഷണം ഉടൻ തുടങ്ങും. സൈബർ ഓപ്പറേഷൻ IGP പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് ഉടനടി അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, എന്തായാലും നിയമ നടപടിയുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് PK ശ്രീമതി വ്യക്തമാക്കിയിരുന്നു. ഇതിൽ സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഉടൻ തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അന്വേഷണം. വിവരങ്ങൾ ശ്രുതി കീർത്തന, നമുക്കറിയാവുന്നതുപോലെ PK ശ്രീമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടാതെ ചിലയിടങ്ങളിൽ, ചില കേന്ദ്രങ്ങളിൽ ഇത്തരം വാർത്ത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന പരാതിയാണ് ഇതിനകത്തുള്ളത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സമിതി യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിഷയം PK ശ്രീമതി വളരെ വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന സ്ഥിതിയുമുണ്ടായി. സംസാരിക്കുന്നതിനിടയിൽ വിതുമ്പുന്ന PK ശ്രീമതിയെയും നമ്മൾ കാണുകയുണ്ടായി. കാരണം ഇല്ലാത്ത ഒരു കാര്യമാണ് വാർത്തയായി വന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അതുമായി ബന്ധപ്പെട്ട് നിലവിലെ ഈ PK ശ്രീമതി അല്ല എന്നുള്ളത് വ്യക്തമാവുകയുമാണ്. പക്ഷേ എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെയാണ് അങ്ങനെയൊരു വാർത്ത ഉണ്ടായത്. അത് ബോധപൂർവം അപമാനിക്കാൻ വേണ്ടിയാണ്. തൻ്റെ ഇത്രയും കാലമുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിതുമ്പുകയായിരുന്നു അന്ന് PK ശ്രീമതി ചെയ്തത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര അന്വേഷണത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തുകയും അത് വാർത്താക്കുറിപ്പായി തന്നെ അറിയിക്കുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇതിൽ അന്വേഷണം തീരുമാനിച്ചതും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്ത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ പെട്ടെന്ന് പുരോഗമിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും സമീപകാലത്തുണ്ടായ ഒരു വലിയ ഇടപെടൽ എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത്. ധാരാളം സൈബർ ആക്രമണങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സമയത്തും കാര്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടാകാറില്ല എന്ന വലിയ വിമർശനം നിലനിൽക്കെയാണ് PK ശ്രീമതിയുടെ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ശ്രുതി. തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയം കൂടിയാണിത്. കാരണം അത്തരത്തിൽ മോശമായ രീതിയിൽ തന്നെയാണ് അവർക്കെതിരെയുള്ള ഈ ആക്രമണം എന്നുള്ളതാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.